കേരളത്തെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. തനിക്കൊന്നും പറയാനില്ലെന്നും തൂക്കിക്കൊല്ലാൻ വിധിച്ചോളൂ എന്നും കോടതിയിൽ ചെന്താമരയുടെ പ്രതികരണം. കൊല്ലപ്പെട്ട സുധാകരന്റെയും ലക്ഷ്മിയുടെയും കുടുംബത്തിന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കേരളക്കര. വിധി എന്തായാലും മറ്റന്നാൾ വരും. ചോരക്കൊതിയൻ ചെന്താമരക്കൊടുവിൽ കോടതിയുടെ വിധി വരുന്നു. പരമാവധി ശിക്ഷ വേണമെന്ന് നാട് ആഗ്രഹിക്കുന്നു. കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നു. ഭാരതീയ ന്യായ സംഹിതയിലെ 103(1), 126(2) എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ തെളിഞ്ഞിരിക്കുന്നത്. വിധി കേട്ട ശേഷവും യാതൊരു ഭയമോ കുറ്റബോധമോ ഇല്ലാത്ത മുഖത്തോടെ തനിക്കൊന്നും പറയാനില്ലെന്നും തന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചോളൂ എന്നുമാണ് ചെന്താമര കോടതിയിൽ പ്രതികരിച്ചത്. കോടതിയിലും വെല്ലുവിളി ഉയർത്തിയ ചെന്താമരയുടെ വിധി മറ്റന്നാളാണുള്ളത്. എന്തായാലും വന്ന സമയം മുതൽ തന്നെ നിസ്സംഗനായാണ് പ്രതി നിന്നത്. ഇനിയും വേണമെങ്കിൽ കൊല്ലും, തനിക്കെതിരെ നിന്നാൽ ഇതായിരിക്കും വിധി എന്നായിരുന്നു ചെന്താമരയുടെ പ്രതികരണം. അതായത് ചെയ്ത തെറ്റിനെ ചെന്താമര മറയ്ക്കാനോ മാപ്പപേക്ഷിക്കാനോ ഒന്നും പോയില്ല. ഇനിയും ഇത് ആവർത്തിക്കും തനിക്കെതിരെ നിന്നാൽ എന്ന് തന്നെയാണ് കോടതിയോട് പറഞ്ഞത്. എന്തായാലും കോടതിയിൽ വെല്ലുവിളി നടത്തിയിരിക്കുന്നു. 2025 ജനുവരി 27-നായിരുന്നു നെന്മാറ പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും അദ്ദേഹത്തിന്റെ 75 വയസ്സുകാരിയായ അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ 2 ദിവസം നീണ്ട തെരച്ചിലിനൊടുവിൽ പോത്തുണ്ടി മാട്ടായി വനമേഖലയിൽ നിന്നാണ് ചെന്താമരയെ പിടികൂടിയത്. തുടർന്ന് ഫെബ്രുവരി 5-ന് കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി വാങ്ങി എലവഞ്ചേരിയിൽ എത്തിച്ച് തെളിവെടുപ്പ് അടക്കം നടത്തിയിരുന്നു. ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ വലിയൊരു പ്രതികാരത്തിന്റെ കഥയുണ്ട്. തന്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അയൽക്കാരിയായ സജിതയാണെന്ന ആരോപണത്തെ തുടർന്ന് 2019 ഓഗസ്റ്റ് 31-ന് ചെന്താമര സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. ഈ കേസിൽ കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ച ഇയാൾ 2022-ൽ ജാമ്യത്തിലിറങ്ങി. എന്നാൽ ജാമ്യവ്യവസ്ഥകൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് പോത്തുണ്ടിയിൽ തന്നെ താമസിച്ച സജിതയുടെ കുടുംബത്തിനെതിരെ അടുത്ത ചോരക്കളിക്ക് ഇയാൾ പദ്ധതിയിടുകയായിരുന്നു. പ്രതി ജാമ്യം ലംഘിച്ച് നാട്ടിൽ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും സമയബന്ധിതമായി നടപടിയെടുത്തില്ലെന്ന പേരിൽ പോലീസിനെതിരെ അന്നും കടുത്ത വിമർശനം ഉയർന്നിരുന്നു. സുധാകരന്റെയും ലക്ഷ്മിയുടെയും കൊലപാതകത്തിന് ശേഷം ഫെബ്രുവരി 18-നാണ് ചെന്താമരയുടെ ഈ പഴയ ജാമ്യം കോടതി റദ്ദാക്കിയത്. പോലീസ് അന്വേഷണത്തിലാണ് സുധാകരനെയും ലക്ഷ്മിയെയും കൂടാതെ സ്വന്തം ഭാര്യ, മകളുടെ ഭർത്താവായ പോലീസുകാരൻ, ഭാര്യ, സഹോദരൻ, നാട്ടുകാരായ മറ്റ് 3 സ്ത്രീകൾ എന്നിവരടക്കം വലിയൊരു ഹിറ്റ് ലിസ്റ്റ് തന്നെ ഇയാൾക്ക് ഉണ്ടായിരുന്നെന്ന് ഞെട്ടിക്കുന്ന വിവരം പുറത്തുവന്നത്. കേസിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായി മാർച്ച് 3-ന് ചിറ്റൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സാക്ഷികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും മാർച്ച് 25-ന് 450 പേജുള്ള കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. 132 സാക്ഷികളും 30-ലധികം ശാസ്ത്രീയ ഫോറൻസിക് രേഖകളും അടങ്ങുന്നതായിരുന്നു കുറ്റപത്രം. ഫെബ്രുവരി 23 മുതൽ മെയ് 6 വരെ നീണ്ടുനിന്ന വിചാരണക്കടിയിൽ 4 സാക്ഷികൾ കൂറുമാറിയെങ്കിലും ശക്തമായ ശാസ്ത്രീയ തെളിവുകൾ പ്രോസിക്യൂഷൻ അനുകൂലമായി. ഇയാൾ പുറത്തിറങ്ങിയാൽ തങ്ങളുടെ ജീവന് ഭീഷണിയാണെന്നും അതിനാൽ തൂക്കുകയറല്ലാതെ മറ്റൊരു ശിക്ഷയും നൽകരുതെന്ന് തന്നെയാണ് കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ കണ്ണീരോട് ആവശ്യപ്പെടുന്നത്. ഇരട്ട കൊലപാതകം നടന്ന 1.5 വർഷമാകുമ്പോൾ പ്രതിക്ക് പരമാവധി ശിക്ഷയായി വധശിക്ഷ തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കൊല്ലപ്പെട്ടവരുടെ കുടുംബവും നാട്ടുകാരും.